ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാം എന്നൊരവസ്ഥയിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം. നെട്ടോട്ടം ഓടുകയാണ് ട്രംപ് എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു. അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇറാൻ ഇങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് നടത്തുമെന്ന്. ഇപ്പോൾ സത്യത്തിൽ ട്രംപ് വിചാരിക്കുന്നത് ഈ നെതന്യാഹുവിന്റെ വാക്കും കേട്ട് എടുത്തു ചാടിയത് അബദ്ധമായി എന്നൊരു വലിയ ധാരണ ഇപ്പോൾ ട്രംപിന് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇറാനിൽ നിന്ന് ടെഹ്റാനിൽ നിന്ന് 4000 കിലോമീറ്റർ അകലെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനിക താവളമുള്ള ഒരു ദ്വീപ് എന്ന് പറയുന്നത് 4000 കിലോമീറ്റർ അപ്പുറയാണ്. പക്ഷേ ആ ദ്വീപിലേക്ക് പോലും ഇറാന്റെ മിസൈലുകൾ എത്തിയിരിക്കുന്നു. അമേരിക്ക അത്ഭുതപ്പെട്ടു പോകുന്നു. കാരണം 2000 കിലോമീറ്റർ അപ്പുറത്തേക്ക് പരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് എന്ന് ലോകത്തിന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ആയുധശേഖരം ഇറാന്റെ കൈകളിലുണ്ട്. ഇനി നിന്നാൽ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സൈനികപരമായ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ; രണ്ട്, ലോകം അഭിമുഖീകരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി; മറ്റൊന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ അമേരിക്കയ്ക്ക് മേൽ വരുന്ന സമ്മർദ്ദം. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും, ഇതൊക്കെ നേരിടേണ്ടി വരും എന്ന വലിയൊരു ആശങ്ക ഇപ്പോൾ ട്രംപിന്റെ മുൻപിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാം എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, രാവിലെ പറയുന്നതല്ല ട്രംപ് വൈകിട്ട് പറയുന്നത്. വൈകിട്ട് പറയുന്നതായിരിക്കില്ല രാത്രിയിൽ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചിലരുടെ നിലപാടിനോടും അഭിപ്രായങ്ങളോടും സാമ്യമുള്ള സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത്. വേറൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് എന്തായാലും വേഗത്തിൽ ജമാലുദ്ദീനിലേക്ക് പോകാം. ജമാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാം എന്നൊരവസ്ഥയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്ന ദയനീയ കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയോ സമാധാന ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ട്രംപ് പറയുന്നു. പക്ഷേ ഇറാൻ പറയുന്നു അങ്ങനെ ഒരു ചർച്ചകളും ഞങ്ങൾ നടത്തിയിട്ടില്ല, അതിന്റെ ആവശ്യവുമില്ല എന്നും ഇറാൻ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ യുദ്ധം ഏതാണ്ട് ഒരു മാസത്തോട് അടുക്കുകയാണ്. 25 ദിവസമാണ് ഈ യുദ്ധം. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒരു മാസത്തോട് അടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നത് ലോകം മൊത്തവും അതുപോലെ തന്നെ അമേരിക്കയുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മറ്റ് നാശനഷ്ടങ്ങൾ എന്നതിനപ്പുറത്ത് ലോകത്തിനാകെ, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾക്കുൾപ്പെടെ കനത്ത സാമ്പത്തിക ആഘാതം വരുത്തുന്ന തരത്തിലേക്ക്, രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലേക്ക് ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതം വളരെ വലുതായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തൽക്കാലം 5 ദിവസത്തേക്ക് ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന ഒരു പ്രസ്താവന ട്രംപ് നടത്തി. പക്ഷേ ഇറാൻ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഇതുവരെയും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ഇസ്രായേൽ കരയുദ്ധം നടത്താൻ അല്ലെങ്കിൽ അമേരിക്ക കരയുദ്ധം നടത്താനുള്ള ഒരു പദ്ധതി ഇടുമ്പോൾ അത്തരത്തിൽ കരയുദ്ധം നടത്തിയാൽ പേർഷ്യൻ ഉൾക്കടലിൽ വ്യാപകമായി മൈനുകൾ വിതക്കുമെന്നാണ് ഇറാൻ തിരിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഇങ്ങനെ സംഭവിച്ചാൽ അത് ഹോർമുസ് വഴിയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായി നിലക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. എന്നാൽ കരയുദ്ധത്തിന് ഇപ്പോൾ പദ്ധതി ഇല്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. പക്ഷേ ഏത് യുദ്ധ സാഹചര്യവും നേരിടാൻ തയ്യാറാണ് എന്നാണ് ഇസ്രായേൽ നിലപാടെടുക്കുന്നത്. ഇതിനിടെയാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം തുടരുന്നത്. ആയിരക്കണക്കിനും ഡ്രോണുകളാണ്, മിസൈലുകളാണ് ഈ കഴിഞ്ഞ 25 ദിവസത്തിനിടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കുമായി ഇറാൻ അയച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് വരുത്തുന്നത്. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തികാവസ്ഥയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഊർജ കേന്ദ്രങ്ങളെ, എണ്ണ റിഫൈനറികളെ, അല്ലെങ്കിൽ സുപ്രധാന കേന്ദ്രങ്ങളെ, ഈ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇറാൻ മാറുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് ഒരുപക്ഷെ അമേരിക്കയാണ്. കാരണം തുടക്കത്തിൽ തന്നെ ഇറാന്റെ ഒരു നിലപാട് ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങളെ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മേൽ ഒരു സമ്മർദ്ദം ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് സമ്മർദ്ദത്തിലാക്കുക എന്ന ഒരു നയമാണ്, തന്ത്രമാണ് ഇറാൻ തീർച്ചയായും ആ തന്ത്രം വിജയം കാണുന്നു വേണം മനസ്സിലാക്കാൻ. കാരണം ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ മേൽ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത്. വിവരങ്ങളാണ് ജമാലുദ്ദീൻ ദുബായിൽ നൽകിയത്.